അങ്ങനെ ഇന്നത്തെ ദിവസം അനുമോൾ ഒന്ന് വാ തുറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലത്തെ ആ ഒരു വലിയ പ്രശ്നം, ഇന്നലത്തെ ഒരു ചെറിയ പ്രശ്നം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനുമോളിൽ നിന്ന് ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തേ പറ്റും. ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ ഉള്ളത് വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകും. കാരണം ഞാൻ പറഞ്ഞു, എപ്പിസോഡിൽ കാണുന്നതും ലൈവിൽ കാണുന്നതും ഒക്കെ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ അതിൽ ഒരു 30 വയസ്സായ ഒരു സ്ത്രീയെ വെച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അനുമോൾക്ക് എന്താ ബോധം ഇല്ലേ എന്ന് ചോദിക്കണം. പക്ഷേ ഓരോ വ്യക്തികൾക്കും ഓരോ സ്വഭാവമാണ്. അത് ഒരു പ്രായമൊക്കെ ആകുമ്പം ചിലർ പക്വതയൊക്കെ എത്തും, ചിലർക്ക് പ്രായത്തിന് മുന്നേ പക്വതയൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആദില, നൂറ അവരുടെ ഏജിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമാണ് അനുമോളുടെ ഒരു വയസ്സെന്നൊക്കെ പറഞ്ഞാലും അനുമോൾക്ക് ആ ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ അനുമോൾക്കുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ശരി, ഇന്ന് ലൈവിൽ നടന്ന മറ്റൊരു വലിയ കാര്യത്തിലേക്ക് എത്താം. എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഒരു സമയത്ത് അനുമോൾക്ക് ഫുഡ്, ശരിക്കും പറഞ്ഞാൽ രാവിലെ അനുമോള് ദോശയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ചായ കൊണ്ട് കൊടുത്തപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും അനുമോളെ വിളിക്കാനായിട്ട് ലക്ഷ്മിയാണ് വരുന്നത്. അപ്പോൾ ലക്ഷ്മി ഇന്നലെ രാത്രി കണ്ണടച്ച് മുറുക്കി അടച്ച് ഈ വഴക്കിനകത്തൊന്നും ഉൾപ്പെടാതെ മാറി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. കാരണം ഉറങ്ങുന്ന സമയത്താണ് ഇവർ ഈ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. പിന്നെ അനുമോളോട് സംസാരിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ലക്ഷ്മിക്ക് പീരീഡ്സ് ആയിരുന്നു, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അപ്പൊ തനിക്ക് റെസ്റ്റ് എടുത്തേ പറ്റൂ എന്ന് കരുതിയിട്ട് താൻ എണീക്കാതെ ഉറങ്ങി തന്നെ കിടക്കുകയായിരുന്നു എന്നും ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സത്യത്തിൽ അനുമോൾ ആരുടെ മിണ്ടാത്തത്? അനുമോൾക്ക് വേണ്ടിയിട്ട് അനുമോൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചത് കൊണ്ടാണോ ഈ പ്രശ്നം എന്നിങ്ങനെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ശരിക്കും ലക്ഷ്മി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ലക്ഷ്മി എന്തായാലും ആ ഒരു പാർട്ട്, അത് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായത് ഞാൻ നല്ല രീതിയിൽ തന്നെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അനുമോളുടെ മനസ്സിൽ എന്നുള്ളത് അറിയാൻ പറ്റി. അപ്പൊ അനുമോൾ പറയുന്നതിനകത്തൊക്കെ വള്ളി പുള്ളി തെറ്റാതെ എല്ലാം സത്യമാണ്. അതായത് അവിടെ അക്ബറിനും ആര്യനും വിശക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആദ്യം വന്നത് ആര്യനാണ്, ആര്യന് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ എനിക്കും വിശപ്പുണ്ട്, പക്ഷെ ഉറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് ഉറങ്ങിയ ആ വിശപ്പ് അറിയത്തില്ലല്ലോ, അങ്ങ് ഉറങ്ങാമെന്ന് കരുതി. നൂറയ്ക്കും ആദിലയ്ക്കും ഒക്കെ വിശപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്തായാലും നമ്മൾ മുട്ട എല്ലാവർക്കും ഓരോന്ന് വെച്ച് ഉണ്ടല്ലോ, അപ്പൊ അത് അവരവരുടെ മുട്ടയാണല്ലോ, അപ്പൊ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് കരുതിയത്. അങ്ങനെയാണ് കിച്ചണിൽ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കടലമാവ് ഇരിപ്പുണ്ട്. കഴിഞ്ഞ പല റേഷനുകളിലും കിട്ടിയ കടലമാവുകൾ അത്രയും നമുക്ക് ഉപയോഗമൊന്നും ഇല്ലാതെ മുഖത്ത് തേച്ച് കളയുകയാണ് ചെയ്തത്. പക്ഷെ ആ കടലമാവ് അപ്പം അവിടെ ഉണ്ടല്ലോ, എന്നാൽ അത് വെച്ചുള്ള ദോശ ഉണ്ടാക്കാം എന്ന് കരുതി അത് വെച്ച് ദോശ ഉണ്ടാക്കി അക്ബറും ആര്യനും ഒക്കെ കഴിച്ചു. അപ്പം താനും അതുപോലെ തന്നെ ആദില, നൂറ അവർക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് ഈ പറയുന്ന ബെഡ്റൂം റൂമിലേക്ക് വരുമ്പോഴാണ് നെവിൻ അതിന് മുന്നേ പോയി അവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അനുമോൾ ഇത് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അനുമോൾ ഇത് അനുമോളുടെ ഇഷ്ടത്തിന് ചെയ്തതാണോ, അതോ അവിടെ പോയി ക്യാപ്റ്റനോട് ഇത് സംസാരിച്ചിരുന്നു? അപ്പോൾ ഉണ്ട് അനുമോൾ വന്നിട്ട്, ഞാൻ ക്യാപ്റ്റനോട് ഇത് പറഞ്ഞില്ല, രണ്ടുപേര് വന്ന് അവർക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപ്റ്റനോട് ചോദിക്കേണ്ട കാര്യമില്ല, മുട്ട എല്ലാവർക്കും ഉള്ളതാണ്, അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോയി ചെയ്തു. പിന്നെ ദോശമാവ്, കടലമാവിന്റെ കാര്യത്തിൽ കടലമാവ് അവിടെ പണ്ട് തൊട്ട് അവിടെ ഇരിക്കുന്നതാണ്, കടലമാവിന്റെ ആവശ്യമില്ല എന്നിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് അനുമോൾക്കുണ്ടാകുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്. ആദില എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അനുമോളെ കുറിച്ച് ആദില പറയുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്, ഒരു തെറ്റ് സംഭവിച്ചു എന്ന് ഒരിക്കലും അനുമോൾ സമ്മതിച്ചിട്ടില്ല. തനിക്കൊരു തെറ്റ് സംഭവിച്ചു എന്ന് അനുമോൾ അക്സെപ്റ്റ് ചെയ്യില്ല. അതിപ്പോ ഈ പറയുന്ന ഫുഡിൽ എരി കൂടിയാലും കുറഞ്ഞാലും എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അനുമോൾ അത് പെട്ടെന്ന് അനുമോളുടെ ഭാഗത്തെ ഒരു ന്യായമാക്കി അത് അവതരിപ്പിക്കാനുള്ള ഒരു വെപ്രാളം കാണിക്കാറുണ്ട്. പക്ഷേ ഈ പറയുന്ന വലിയൊരു അപരാധമൊന്നും അനുമോൾ ചെയ്തിട്ടുണ്ടാകില്ല. എങ്കിലും ചെറുതായിട്ട് അപ്പൊ ക്യാപ്റ്റനോട് എനിക്ക് പറയാൻ പറ്റിയില്ല, അവിടെ ചെന്നപ്പോഴാണ് കടലമാവിന്റെ കാര്യം തീരുമാനിച്ചത്, അത് എൻ്റെ ഭാഗത്തെ തെറ്റാണ്, അതിനെന്തായാലും ഞാൻ സോറി ഷാനവാസുക്ക, സോറി, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമായിരുന്നു, അല്ലെങ്കിൽ സാബുമാനെ ഞാനത് പറഞ്ഞില്ല, അത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊന്ന് താന്നു കൊടുക്കാൻ അനുമോളുടെ ഈഗോ അനുവദിക്കില്ല. പക്ഷേ ഇവിടെ എനിക്ക് അക്ബറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അക്ബർ എന്തൊക്കെയോ ക്രൂരമായിട്ട് എന്തൊക്കെയോ ചെയ്തു എന്ന് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് അങ്ങനെ ലൈവിൽ ഞാൻ ഇന്ന് വരെ അക്ബർ അങ്ങനെ ഒരു ക്രൂവലായിട്ട് ബിഹേവ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. മനപൂർവ്വം ഇനി അക്ബറിന്റെ മാത്രം ക്രൂവൽ ആയിട്ടുള്ള ഒരു കാര്യം എടുത്ത് കളയുന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിയത്തില്ല. ഏതായാലും ശരി, ഇവിടെ ലക്ഷ്മി വന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുമോൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ഇന്നത്തെ ദിവസം
ഈ പറയുന്ന അക്ബറും ആര്യനും ഒക്കെ തമാശ രൂപേണ ഈ പറയുന്ന അനുമോളോട് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം അനുമോള് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈയും കുത്തി കുറെ നേരം കിടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുമല്ല, വെറുതെ കണ്ണടച്ച് കിടക്കുകയാണ്, ആരും മിണ്ടാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ആദില വന്നിട്ട് ആദില വെറുതെ ചൊറിയാണ്. ആദിലയും നൂറയും ഇതേപോലെ ചുമ്മാ ഇട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അനുമോൾ ഉറങ്ങാൻ പറ്റത്തില്ല, അനുമോൾ ഉറങ്ങിയാൽ അതിൽ കൂടുതൽ ഞാൻ ഉറങ്ങി കാണിക്കും എന്ന് പറഞ്ഞിട്ട് സാബുമാന്റെ അടുത്ത് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത സാബുമാനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നത് മാത്രം വെച്ച് വിശകലനം ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്ന ഒരു വ്യക്തിയാണ് സാബുമാൻ. അങ്ങനെ മറ്റുള്ളവരുടെ റിവ്യൂ മാത്രം കേട്ടിട്ട് അനുമോൾ കൊള്ളില്ല, അനുമോൾ കുറച്ച് ഓവറാണ്, സീനാണ് എന്ന് പറഞ്ഞിട്ട് അനുമോളടുത്ത് ചുമ്മാ തട്ടിക്കയറാൻ നിൽക്കുകയാണ്. സാബുമാൻ അനുമോളടുത്ത് വഴക്കിന് പോകാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഈ അനുമോളുമായിട്ട് വഴക്കിടാൻ പാകത്തിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പിത്തറിഞ്ഞ ഷനോസ് ദേ അനുമോൾ ഉറങ്ങുന്നു, പോയി വഴക്കുണ്ടാക്ക്. അപ്പം അനുമോൾ പറയുന്നുണ്ട് ഇന്നലെ ആദിലെ നൂറെ നന്നായിട്ട് ഉറങ്ങിയല്ലോ എന്ന് അനുമോൾ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാബുമാൻ ഉടനെ ആദില നൂറ നിങ്ങളതോ കുറ്റം പറയുന്നു, ബാ ദോണ്ട ചോദിക്കാൻ ചെല്ല് എന്ന് പറഞ്ഞിട്ട് സാബുമാൻ. ശരിക്കും പറഞ്ഞാൽ സാബുമാന്റെ ക്യാപ്റ്റൻസി എന്തോ ആയിക്കോട്ടെ, പക്ഷെ സാബുമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് നിലപാടില്ല, ഒരു തന്റെ ഇടമില്ല, ഒരു പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്ന ഒരു വാക്കിനെ അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് സാബുമാൻ. അത്ര വലിയ ഗംഭീരമാണ് ആ സംഭവം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഇപ്പോ അനുമോള് തലയ്ക്ക് കൈയും വെച്ച് ഇങ്ങനെ കിടന്നു, കണ്ണടച്ച് കിടന്നു എന്ന് പറഞ്ഞല്ലോ. അറ്റ് ദ സെയിം ടൈം അക്ബർ അതേപോലെ കിടക്കുന്നുണ്ടായിരുന്നു, ആര്യൻ അതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു. നെവിൻ പിന്നെ ഇങ്ങനെയല്ല കിടക്കുന്നത്, കൈയെല്ലാം കൂടെ മലർത്തിയിട്ട് ഒരുമാതിരിയാണ് കിടക്കുന്നത്. സോ ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു കണ്ണടച്ച് കിടന്നു, ഒറ്റയ്ക്കിരുന്നു, അതൊക്കെ പോയി ഈ ചുരണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നത് അവരും ആദിലയുടെ ഒരു വൃത്തികെട്ട ഗെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കാൻ ഇവർക്ക് മിണ്ടാതിരുന്നൂടെ, അതുപോലും ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ രാത്രിയത്തെ പ്രശ്നം പ്രത്യക്ഷത്തിൽ അത് അനുമോളുടെ തെറ്റല്ല, പക്ഷേ ക്യാപ്റ്റനോട് പോയി പറയാമായിരുന്നു, കടലമാവ് എടുത്ത കാര്യം പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. പിന്നെ അവസാനം നെവിൻ ചോദിച്ചു വന്ന വലിയൊരു വഴക്കുണ്ടാക്കിയപ്പോൾ അനുമോൾ അതെടുത്ത് വായിൽ 2 ദോശ ഒന്നിച്ച് കുത്തിക്കയറ്റി. അതാണ് പിന്നീട് അവർ പ്രശ്നം ഉണ്ടാക്കിയത്. അക്ബർ പറയുന്നത് ആ ദോശയ്ക്കകത്ത് നിനക്ക് വേണ്ടായിരുന്നല്ലോ, അപ്പൊ നീ അത് തിന്നാതെ എനിക്ക് തരണമായിരുന്നു എന്നതായിരുന്നു അക്ബറിന്റെ വിഷമം. പിന്നെ നെവിൻ ചോദിച്ചപ്പോൾ നെവിന് കൊടുത്തില്ല, മനഃപൂർവ്വം വെറുതെ ആ 2 ദോശ അവൾ തിന്നു. അതാണ് ബാക്കിയുള്ളവരുടെ പ്രശ്നം. അത് തന്നെയാണ് ആദിലയുടെയും നൂറയുടെയും പ്രശ്നം. ആരാണെങ്കിലും ആ നെവിൻ വൃത്തികെട്ട രീതിയിൽ അനുമോളെ അത്രയും അറ്റാക്ക് ചെയ്ത് പിന്നാലെ നടന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും അനുമോൾ ചെയ്തത് തന്നെ ചെയ്യത്തോളൂ. അതെന്തായാലും ആ സിറ്റുവേഷനിൽ അനുമോൾ ചെയ്തത് അത് കറക്റ്റ് തന്നെയാണ്. കറക്റ്റ് എന്നല്ല, അതേ നടക്കൂ, അതേ സംഭവിക്കൂ. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ ദിവസം കൂടി ഈ ഇന്നലത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മിണ്ടാതിരുന്ന അനുമോളെ അല്പമെങ്കിലും ഒന്ന് സംസാരിപ്പിച്ച് അനുമോളുടെ മനസ്സിലുള്ളതൊന്ന് കൊണ്ട്, കാരണം വേറെ ആരും ഇല്ലല്ലോ. സോഷ്യൽ മീഡിയ എടുത്തിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് എടുത്തിട്ട് മെസ്സേജ് അയച്ച് ഞാൻ ആകെ വിഷമത്തിലാണ്, നീ എന്ത് ചെയ്യാണ്, ഞാനിപ്പോൾ 2 ദോശ ഇന്നലെ കഴിച്ചതിന്റെ പേര് ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ് എന്ന് പറയാൻ അനുമോൾക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ ലക്ഷ്മി വന്ന് ചോദിച്ചത് ഒരു കണക്കിന് നന്നായി. ഏതായാലും ശരി, നോക്കാം നമുക്ക് ഇനി അടുത്ത ഒരു ആദിലയും നൂറയും തമ്മിൽ ഒരു ദിവസം ആദിലയുടെയും നൂറയുടെയും തന്നെ കുറേ അധികം കാര്യങ്ങൾ കേൾപ്പിക്കാറുണ്ട്. ആദിലയും നൂറയും പുറത്തെയും അകത്തെയും കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേര് സഹതാപ വോട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പരിധിവരൊക്കെ ഓക്കെയാണ്, ഓവറാവുമ്പോൾ കുറച്ച് ഓവറാവുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഏതായാലും നമുക്ക് കണ്ടിട്ട് തന്നെ ബാക്കി ചർച്ച ചെയ്യാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.